മന്ത്രി ബിന്ദു കൃഷ്ണയുടെ തലയിൽ ചൂട് പായസം വീണു. പ്രിയദർശിനി ഉദ്ഘാടന ബസ്സിൽ യാത്ര ചെയ്യാൻ കയറിയിരിക്കുന്നതിനിടയിലായിരുന്നു സന്തോഷപ്രകടനം നടത്തിയതാണ് എന്നാണ് പറയുന്നത്. ബസ്സിനകത്ത് അതിനകത്ത് പായസം ഗ്ലാസ്സിലോ അങ്ങനെ എങ്ങാണ്ടൊക്കെ കൊണ്ട് കയറി എന്നാണ് പറയണത്. അതിനിടയിൽ വെച്ചിട്ട് മന്ത്രി ബിന്ദു കൃഷ്ണ അവിടെ സീറ്റിലിരിക്കുന്നു. അതിനിടയിലാണ് ബാക്കിൽ നിന്നും പായസം തലവഴിയേ വീഴുന്നു. കണ്ടപ്പോൾ പാവം തോന്നി. മനഃപൂർവ്വം ചരിച്ചതുപോലുണ്ട്. ഇതാ ഒന്ന് നോക്കാം. കൊല്ലം KSRTC ഡിപ്പോയിൽ നടന്ന ഈ പ്രിയദർശിനി ബസ് ഉദ്ഘാടന പരിപാടിയിലായിരുന്നു ഇങ്ങനെയൊരു സംഭവം. ആരോ ബാക്കിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുന്നതായിട്ടാണ് തോന്നിയത്. സൂക്ഷം ഈ മന്ത്രിയുടെ തലയിൽ തന്നെ, ബിന്ദു കൃഷ്ണയുടെ തലയിൽ തന്നെ വീണു. വേറെ ആരുടെയും പുറത്ത് വീണില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് വീഴുന്ന, ഉച്ചിയിലോട്ട് വീഴുന്നതായിട്ടാണ് കാണുന്നത്. മന്ത്രി അവിടെ നിന്ന് ചാടി എഴുന്നേറ്റു. അതൊരു പാവം തന്നെയാണ്. എന്താ ഈ കാണിക്കണേന്ന് ചോദിച്ച് ബാക്കിലോട്ട് നിൽക്കുന്നു. ബാക്കിയുള്ളവരൊക്കെ തുടച്ചു കൊടുക്കുന്നു. നമുക്ക് കണ്ടാൽ തോന്നും അത് വാശിയുടെ പുറത്ത് ഒഴിച്ചു കൊടുക്കുന്നതായിട്ട് തോന്നും. ബസ്സിനകത്ത് പല പല സംഭവങ്ങളൊക്കെ ഉണ്ടായി. മറ്റുള്ള പാർട്ടിക്കാർ കയറിയിട്ട് ഒരുപാട് അവരെ കൊണ്ട് ഇത്രയും നാൾ ചെയ്യാൻ പറ്റാത്ത കാര്യം ഇപ്പോൾ നമ്മളെ മുഖ്യമന്ത്രി കയറിയതിന് ശേഷം സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളത് അത് വളരെ നല്ല കാര്യമാണ്. അപ്പം അതിനെ പ്രതികരിച്ചുകൊണ്ട് കുറച്ച് പേര്, മറ്റുള്ള പാർട്ടിക്കാർ, നമ്മുടെ BJP-ക്കാരൊക്കെയാണ് അതിനകത്ത് കയറിയിരിക്കുന്നത്. അതൊന്ന് കണ്ടു നോക്കാം. പ്രിയദർശിനി യാത്ര മുടക്കി BJP ബസ്സിൽ കയറിയുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ കാണുന്നത്. അല്ല, എവരും മുടക്കാൻ കയറിയാണ്. ഒരു സ്ത്രീ, BJP-യിലുള്ളൊരു സ്ത്രീയാണെന്നാണ് പറയണത്. അതിനകത്ത് കയറി കിടന്നും കൊണ്ട് അവര് വായി തോന്നുന്നതൊക്കെ അവരങ്ങ് വിളിച്ചു പറയാണ്. ഇലക്ഷൻ സമയം അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ഇലക്ഷൻ സമയം കേരളത്തിലെ സകല ഗവൺമെന്റ് വണ്ടികളിൽ സൗജന്യമായിട്ട് സ്ത്രീകൾക്ക് യാത്ര എന്ന് പറഞ്ഞാണ് വോട്ട് പിടിച്ചതും. നിങ്ങൾ എന്തെല്ലാണ് പറഞ്ഞ് വോട്ട് പിടിച്ചത്? ആ കാര്യങ്ങളെല്ലാം അങ്ങ് ചെയ്ത. ഗ്യാസിന് സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ പെൻഷൻ പണം മുടങ്ങിക്കിടക്കുന്നു. എത്രയോ പാവപ്പെട്ട ജനങ്ങളുണ്ട്. അവർക്ക് ആ പെൻഷൻ പൈസയുടെ ഇതുകൊണ്ടായിരിക്കും കഴിഞ്ഞു പോണത്. ഇത്രയും വർഷം കൊണ്ട് എത്രയോ വർഷം ഭരിച്ചല്ലോ, എന്നിട്ട് അത് മുടങ്ങിയില്ലേ? 5-6 മാസം കൂടുമ്പോൾ 1-2 മാസത്തെ പെൻഷൻ മാത്രം കിട്ടും. അത് അവിടെ കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങോട്ട് അയക്കണ പണം മൊത്തവും ഇവിടെ മുക്കും. ഇതായിരുന്നു ജോലി. ഇപ്പം ഇങ്ങനെയെങ്കിലും സ്ത്രീകൾക്കെങ്കിലും കിട്ടണതെങ്കിലും കിട്ടട്ടെ. ഇപ്പം ഇവർ കയറിയിട്ട് ഇവരങ്ങ് എന്താ നിങ്ങൾ എന്താണ് അന്ന് വോട്ട് പിടിക്കാൻ നേരത്ത് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്, മൊത്തത്തിലുള്ള ബസ്സുകളിലാണല്ലോ എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പറയണത്. വോട്ട് നേടി ജയിച്ചതും, പക്ഷെ ജയിച്ചതിന് ശേഷം കേരളത്തിലുള്ള സ്ത്രീകളെ വഞ്ചിക്കുന്ന ഈ നടപടി ഗവൺമെന്റ് ആരും പറഞ്ഞിട്ടില്ല. ആ ബസ്സിൽ കയറിയിട്ടുള്ള എല്ലാ സ്ത്രീകളും നല്ല സന്തോഷത്തോടു കൂടിയാണ് അവർ കയറിയിരുന്നത്. ഇതിപ്പോൾ ആദ്യം ഇന്നത്തെ ദിവസം കുറച്ച് സ്ഥലം വരെ ഉള്ളൂ. ഓരോ സ്ഥലത്ത് ഇപ്പോൾ കൊല്ലത്തു നിന്നാണെങ്കിൽ അവിടെ നിന്ന് എവിടെ വരെ എങ്ങാണ്ട് കുറച്ച് ശകല യാത്ര വരെ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇലക്ഷന് മുമ്പ് അല്ലല്ലോ പറഞ്ഞ, ഇങ്ങനെയാണ് പറഞ്ഞ് വോട്ട് പിടിച്ചെന്ന്. ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ തന്നെയും ഇപ്പോഴും UDF ജയിക്കോളായിരുന്നു. അല്ലാതെ ഈ 10 വർഷത്തെ ഭരണമൊക്കെ കണ്ടതാണ് ജനങ്ങൾ. ആ 10 വർഷത്തെ ഭരണം വെച്ചിട്ട് എന്തെല്ലാം പിന്നിലോട്ടായി. ജനങ്ങൾ വോട്ട് കൊടുത്തത് UDF-നെ തന്നെ ജയിപ്പിക്കണം, UDF തന്നെ ജയിക്കും എന്നുള്ള ഒരു ഇതിൽ തന്നെ ജനങ്ങൾ ഇരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു യാത്രയെങ്കിലും സ്ത്രീകൾക്ക് കിട്ടിയത് അത് വലിയ ഉപകാരം. ചിലപ്പോൾ അവരെ കയ്യിൽ കാണൂല, 50 രൂപ ആവട്ടെ അവരെ കയ്യിൽ എടുക്കാൻ കാണൂല. അപ്പം ഇങ്ങനെയുള്ളൊരു സൗജന്യ യാത്ര കിട്ടുമ്പോൾ അത് വലിയ കാര്യമാണ്. നിങ്ങളെ കൊണ്ട് ആരെ കൊണ്ടെങ്കിലും, മറ്റേ പാർട്ടിക്കാരെ കൊണ്ട് ഒത്തില്ലല്ലോ. എല്ലാ ബസ്സുകളിലും ഇപ്പം യാത്ര ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇനി കുറച്ച് ദിവസം ഇങ്ങനെ പോയതിന് ശേഷം ബാക്കി 100 ദിവസവും 100 ദിവസത്തിനിടയ്ക്ക് വെച്ചിട്ട് മറ്റുള്ള ബസ്സുകളിലും യാത്ര ചെയ്യാനുള്ള അവസരം കൊടുക്കും.
ഗവൺമെന്റിന് ഈ നടപടി നടന്നില്ല. ഞങ്ങൾ ഇതൊരു എല്ലാം കൂടെ ആ യാത്ര മുടക്കാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീയും അതുപോലെ കുറേ എണ്ണം അതിനകത്തോട്ട് ഇടിച്ചു കയറി. മനഃപൂർവ്വം കാര്യം ഉണ്ടാക്കണം. അവരെ കൊണ്ട് പറ്റാത്ത കാര്യമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണം അതിനകത്ത് ഇടിച്ചു കയറിയിട്ട് നിങ്ങൾ മറ്റുള്ള ബസ്സുകളിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, മറ്റുള്ള സർക്കാർ ബസ്സുകളിൽ കൊടുക്കാമെന്ന് പറഞ്ഞില്ലേ, അതിൽ കൊടുക്കുമല്ലോ. ഇപ്പം തൽക്കാലം ഇങ്ങനെ പോയിട്ട് പിന്നെ കുറേശ്ശെ മറ്റുള്ള ബസ്സുകളിൽ ആക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പൊ പുരുഷന്മാർക്കായിരുന്നാലും സന്തോഷമേ ഉള്ളൂ. സ്ത്രീകളെങ്കിലും യാത്ര ചെയ്തോട്ടെ എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. ഈ പഠിക്കാൻ കോളേജിലൊക്കെ പോകുന്ന എത്രയോ കുട്ടികളുണ്ട്. ഒരു വീട്ടിൽ നിന്ന് തന്നെ 2-3 കുട്ടികൾ കാണും. അവർക്ക് 3 പേർക്കും തന്നെ ഇപ്പം ടിക്കറ്റ് എടുത്ത് പോകാനുള്ള പൈസ കാണൂല വീടുകളിൽ. പിന്നെ ജനങ്ങളെ പ്രതികരണം കേൾക്കാം. സൗജന്യ യാത്രയിൽ സ്ത്രീകളതായിരുന്നാലും പുരുഷന്മാരും അവരെ അഭിപ്രായങ്ങളും അവർ പറയുന്നുണ്ട്. അപ്പം നമുക്കതൊന്ന് കണ്ടോ. സൗജന്യ യാത്ര എങ്ങനെ ഉണ്ടാവും ആ തീരുമാനം? ബസ്സിന് കിട്ടുന്ന പൈസ പഠിക്കുകയാണോ? ബസ്സിന് കൊടുക്കേണ്ട പൈസയൊക്കെ ഇനി ലാഭിക്കാം. ഞങ്ങൾക്ക് ഒരു ദിവസം തന്നെ 100 സംതിങ് രൂപ ആവാറുണ്ട്. 100 സംതിങ് രൂപ ആവാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുമ്പോ തന്നെ. അപ്പൊ ഇതെന്തായാലും ആ ഒരു കുട്ടി എന്നെ പറയുന്നു ഒരു ദിവസം തന്നെ 100 രൂപയ്ക്ക് മുകളിൽ പണം ആവാറുണ്ട്. അത് അവർക്ക് പിന്നെ കാണൂല. പാവപ്പെട്ട കുടുംബത്തിൽ നിന്നൊക്കെയാണ് വരണത്. അപ്പം അവരെ കൊണ്ട് കാണൂല. എന്നാലും നുള്ളിയും പറക്കിയൊക്കെ കൊടുക്കും. എൻ്റെ അവസ്ഥ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എൻ്റെ മോള് പഠിക്കാൻ പോയിരുന്ന സമയത്ത് ഇപ്പം അത് 5 വർഷം വരെ ഇവിടെ നിന്ന് തിരുവനന്തപുരം കാരേറ്റിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകണമെങ്കിൽ എൻ്റെ മോക്ക് ദിവസം 200 രൂപ കൊടുത്തു വിടണം. അപ്പം 5 വർഷം ആകുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം എത്ര 200 രൂപ കയ്യിൽ കൊടുത്താണ് വിടണത്. പിന്നെ നടന്ന് തളർന്ന് വരുമ്പോൾ ഒരു വെള്ളം വാങ്ങിച്ച് കുടിക്കാനേ കാണുള്ളൂ. അപ്പം 200 രൂപ ഒരു ദിവസം വെച്ചിട്ട് 5 വർഷം കൊടുത്തത് എത്ര രൂപയാണെന്ന് കൂട്ടി നോക്കിയാൽ അറിയാം. അതും കാണൂല. ചിലപ്പോൾ നുള്ളിപ്പറക്കും. സത്യം പറഞ്ഞാൽ എന്തോ എക്സാം വരെ വന്ന സമയത്ത് പോവാതെ വരെ ഇരുന്നിട്ടുണ്ട്. വണ്ടിക്കൂലി ഇല്ലാത്തത് കൊണ്ട് അങ്ങനെയുള്ള കാലം വരെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതാണ് പറയണത്. അവരെങ്കിലും കുട്ടികളെങ്കിലും നല്ല സന്തോഷത്തിൽ പോട്ടെ, പോയി പഠിക്കട്ടെ. അങ്ങനെയല്ലേ ചിന്തിക്കാനുള്ളത്. ഓർഡിനറി ബസ്സുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. വീട് എവിടെയാണ്? വീട് വിഴിഞ്ഞം. അവിടെ നിന്ന് ഇങ്ങോട്ട് ബസ് ഉണ്ടല്ലോ? ബസ്സുണ്ട്. എല്ലാം കൊണ്ടും വളരെ നല്ല ഒരു തീരുമാനമാണ്. കാരണം ജോലി ഇല്ലാതെ ഇരിക്കുന്ന തന്നെ നിരവധി സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവര് ദിനംപ്രതിയുള്ള വാഹനയാത്രയ്ക്ക് വേണ്ടിയിട്ട് വീട്ടുകാരെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ. അതുപോലെ തന്നെ വിദ്യാർത്ഥിനികളെ സംബന്ധിച്ച് എല്ലാം കൊണ്ടും ഈ UDF സർക്കാർ എടുത്ത തീരുമാനം വളരെ നല്ലൊരു തീരുമാനമാണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പോണെന്നിരിക്കട്ടെ, ചിലപ്പോൾ അന്ന് പൈസ കണ്ടില്ല എങ്കിൽ ഭർത്താക്കന്മാരെ മുന്നിൽ ചെന്ന് ഭാര്യമാർ കൈനീട്ടേണ്ടി വന്നു. ഒരു ടെക്സ്റ്റൈൽസിലാവട്ടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഷോപ്പിലാവട്ടെ ജോലിക്ക് പോണ ഒരു സ്ത്രീ ആയിരിക്കും. ചെന്ന് അവരെ മുന്നിൽ കൈ നീട്ടുമ്പോൾ ചിലപ്പോൾ അവരും കൊടുത്തെന്നിരിക്കൂല. അങ്ങനെയുള്ള കൈ നീട്ടാതിരിക്കാനുള്ള സാഹചര്യം ആണ് ഇപ്പം കിട്ടിയിരിക്കണം. അങ്ങനെയുള്ള ഒരു അവസരമാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർക്കും കൂടി ഇത് അനുവദിക്കാൻ ഒരു കാര്യമാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകളെ കൂടുതൽ അറിയുന്ന പുരുഷന്മാരാണ്, സ്ത്രീകളല്ല. അപ്പോഴിത് അവർക്കൂടെ അനുവദിക്കേണ്ട ഒരു ആവശ്യമാണ്. ശക്തമായി പ്രതികരിക്കുക ചെയ്യണം. ഒരു ഈ അപ്പൂപ്പ പറയണത് അവരുടെ സമരം ന്യായമുള്ളതാണ്. തീർച്ചയായിട്ടും ന്യായമുള്ളതാണ്. കാര്യം കുടുംബത്തെ കഷ്ടപ്പാടുകൾ കൂടുതൽ അറിയുന്നവരാണ്, സ്ത്രീകളല്ല. അപ്പോൾ അവർക്കൂടെ അനുവദിക്കേണ്ടതല്ല. കുടുംബത്തെ കഷ്ടപ്പെടുന്നത് സ്ത്രീകളല്ല പുരുഷന്മാരാണ് എന്നാണ് ഈ ഉപ്പുപ്പ പറയണത്. എങ്കിൽ ആ ഉപ്പുപ്പാക്ക് തെറ്റിപ്പോയി. സ്ത്രീകൾ കഷ്ടപ്പെടുന്നില്ലെന്ന്, പുരുഷന്മാർ കൊണ്ടു കൊടുത്താണ് സ്ത്രീകൾ കഴിയണതെന്ന്. അതെവിടാ? ഇപ്പം ഏതെങ്കിലും ഒരു സ്ത്രീ വീട്ടിലിരിക്കുന്നുണ്ടാ? അവർ പുരുഷന്മാരാണെങ്കിൽ ഇരിക്കണത്. കണ്ട കടത്തിന്നവർ നമുക്കൊരു പെട്ടിക്കടയിൽ നോക്കിക്കഴിഞ്ഞാലും ഉപ്പുപ്പമാർ ചെറുപ്പക്കാർ കുറവാണ് ഈ കടകളിലിരിക്കണം. ഒരു മുറുക്കാൻ കടയുടെ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാലും കുറേ ഉപ്പുപ്പമാർ കൂടിയിരിക്കും. ജോലിക്കും പോവില്ല, കൂലിക്കും പോവില്ല. ഭാര്യമാർ ജോലിക്ക് പോവും. തൊഴിലുറപ്പിനെങ്കിൽ തൊഴിലുറപ്പിന്, അല്ലെങ്കിൽ വേറെ മണ്ണ് ചുമടെങ്കിൽ മണ്ണ് ചുമട്, സിമൻറ്റ് ചുമടെങ്കിൽ സിമൻറ്റ് ചുമട്. ഇതിനെല്ലാത്തിനും സ്ത്രീകൾ പോവും. പുരുഷന്മാരെന്ന് പറയണ
കിളവന്മാർക്കാണല്ലോ ഇപ്പോൾ കുഴപ്പം കൂടുതൽ. കിളവന്മാർ അവിടെ കടയിലിരുന്നും കൊണ്ട് സ്ത്രീകൾ പോകണമെങ്കിൽ ആരെങ്കിലും സ്ത്രീകളാണ് നടന്നു പോകണമെങ്കിൽ അവരെ ഫ്രണ്ടും നോക്കും ബാക്കും നോക്കും. എന്നിട്ട് ഉപ്പുപ്പമാർ കൂടിയിരുന്നും കൊണ്ട് പരദൂഷണം പറയും. അങ്ങനെയുള്ള ഉപ്പുപ്പമാരാണ് വന്നിരുന്നും കൊണ്ട് പറയണത് സ്ത്രീകൾ പുരുഷന്മാർ അധ്വാനിച്ച് കൊണ്ട് കൊടുക്കണമെന്ന്. അപ്പം തെന്നിയും തെറിച്ചും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പാതിരാത്രിയാകുമ്പോൾ കുടിച്ചും കൂത്താടിയും കയറി വരും. ആ ഭാര്യമാർ തൊഴിലുറപ്പിനും പോയി അതിനും ഇതിനും പോയിട്ട് വീട്ടിൽ വല്ല സാധനവും മേടിച്ച് വരുമ്പോൾ ഈ കിളവന്മാർ നാലാം കാലിൽ കയറി വരും. ഈ 50 വയസ്സിന് മുകളിലോട്ടുള്ളവന്മാരെ തന്നെയാണ് കിളവന്മാരെന്ന് വിളിക്കുന്നത്. 4ാം കാലിലാണ് കയറി വരണത്. കയറി വന്നിട്ട് പോരെങ്കിൽ ഭാര്യമാരെ മുതുവഴിക്ക് ഇടിക്കുകയും ചെയ്യും. ഇതെല്ലാം നമ്മളെ മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ഒരു ഇത് കൊടുത്തത്. അവളെ വെറും വേലക്കാരിയാക്കിയിടും. അങ്ങനെയുള്ള കുറേ പുരുഷന്മാരുണ്ട്. സ്ത്രീകളെ കല്യാണം കഴിച്ച് കൊണ്ടുപോയി സ്വർണ്ണം അപഹരിച്ചെടുക്കണത്, അതുപോലെ അവരെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പണങ്ങൾ അപഹരിച്ചെടുക്കണത്. എന്നിട്ട് എന്തെല്ലാം ദുഃഖങ്ങളാണ് ആ സ്ത്രീകൾക്ക് വരുത്തണത്. എന്നിട്ട് പറയുന്ന കണ്ടില്ലേ? നാണം ഇല്ലല്ലോ നിങ്ങൾക്ക് പറയാൻ. തീർച്ചയായിട്ടും അവർക്ക് അനുവദിക്കേണ്ടതാണ്. ആവശ്യമുണ്ട്, സമരം ആവശ്യമാണ്. സന്തോഷമുണ്ട്, കോടിക്കണക്കിന് സന്തോഷം. വീട് എവിടെ? വീട് നെല്ലുമൂട്. അവിടെ നിന്ന് വരുമ്പോ എത്ര രൂപ സാധാരണ ഇങ്ങോട്ട് വരും? അവിടെ നിന്ന് എന്നെ ഇപ്പം താമസിക്കണ നേറ്റങ്കര. നേറ്റങ്കരക്ക് 20 രൂപ എന്റെ വീട്ടിന്റെ അടുത്ത് കയറണേന്. ആ 20 രൂപ ലാഭിക്കാൻ തിരിച്ചു പോകണ 20 40 രൂപ ലാഭിക്കാം. 40 രൂപ. അത് ലാഭമുണ്ട്, കോടിക്കണക്കിന് സന്തോഷമുണ്ട്. ഇപ്പോഴത്തെ സാമ്പത്തിക നില അനുസരിച്ച് കേരളത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. കഴിയുന്നത് നമ്മൾ VD സതീശൻ സാർ ചെയ്യും. അത് ഉറപ്പ് അദ്ദേഹത്തിൽ നിന്നും ജനങ്ങൾക്കുണ്ട്. അദ്ദേഹമാണ് യഥാർത്ഥ കേരളത്തിലെ സഖാവ്. ജനങ്ങളെ സഹായിക്കുന്ന ആളാണ്. മനസ്സറിഞ്ഞ് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിച്ചിരിക്കുകയാണ്. VD സതീശൻ സാറ് ഇനി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുക്കാനൊരു അവസരങ്ങളുണ്ടാവട്ടെ. ഇത്രയും നാൾ 10 വർഷം ഭരിച്ചിട്ട് ഒരു ഉപകാരവും ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഒന്ന് ചെന്ന് അടുത്ത് നിൽക്കുമെങ്കിൽ കടക്കൂ പുറത്ത് എന്ന് പറയാൻ മാത്രം അറിയാം. പക്ഷേ നമ്മളെ ഈ മുഖ്യമന്ത്രിയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു സ്റ്റേജിൽ കണ്ടാണ് ഒരമ്മ കയറി വന്നപ്പോൾ അവരെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള മനസാക്ഷിയുള്ള മനുഷ്യനാണ്. അതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൂടുതലും അറിയാമെന്നുള്ള സ്ത്രീകളെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇങ്ങനെയുള്ള കുടുംബകാര്യങ്ങൾ ആ മുഖ്യമന്ത്രിയുടെ കുടുംബകാര്യം തന്നെ പറയുന്നുണ്ട്. കന്നാലിയെ വളർത്തി അങ്ങനെയൊക്കെയാണ് അവരെ കുടുംബം കഴിഞ്ഞ് വന്നതെന്ന് പറയുന്നുണ്ട്. ആ പണ്ടത്തെ ആ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നുകൊണ്ട് സ്ത്രീകൾ എത്രത്തോളമാണ് ഒരു വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്നത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള സൗജന്യ യാത്രകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്.